നമ്മളങ്ങനെ രാത്രി ഇപ്പൊ ഇറങ്ങാൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിനെ കാണാനാണ് ഗൈസ്. നമ്മളിപ്പോ സാധനം എന്ന് പറയുന്നത് നമ്മളൊരു ചെറുക്കനെ കാണാനാണ് ഗൈസ്. ഞാൻ മാത്രമല്ല, നമ്മളെ പാച്ചു ഉണ്ട് ഗൈസ്. നമ്മളിപ്പോ പാച്ചുവിന്റെ പുതിയ ബസ് കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ കാണിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എന്നോട് ഇന്ന് ഇവനെ ഇങ്ങോട്ട് വരാനാണ് ഗൈസ് നമ്മൾ പറഞ്ഞത്. ഇവന് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ബസ്സൊക്കെ നോക്കാം ഗൈസ്. വണ്ടി എന്ന് പറയുന്നത് നമ്മൾ അന്ന് കണ്ട അതേ വണ്ടി തന്നെയാണ് ഗൈസ്. നമ്മൾ ചെറുക്കാനാണെങ്കിൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇറക്കിയിരിക്കുകയാണ്. പ്രകാശ് എന്നാണ് പേരൊക്കെ കൊടുത്തത്. ഇത് പേരാണോ? പ്രകാശിന്റെ ബോഡി ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രകാശ് എന്ന് കൊടുത്തത്. കേട്ടോ, സൈഡിലൊക്കെ പ്രകാശ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലായിട്ട് ലൈറ്റും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി അപ്ഡേഷൻ ചെയ്ത് ചെക്കൻ കുറച്ചും കൂടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേക്ക് എന്ന് പറയുമ്പോൾ അവൻ ഫുൾ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പരിപാടി ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവന് ഓട്ടത്തിന് ഇറക്കുന്നതാണ് നമ്മളെ പാച്ചു പറയുന്നത്. അവനെ നോക്കട്ടെ, നമ്മൾ ഇവിടെ വരെ വന്നിട്ട് അവനെ കണ്ടില്ലല്ലോ. ഞാൻ ബസ്സിലുണ്ടാ, നീ പേടിക്കണ്ട. ഓഹോ, നീ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് മിണ്ടാണ്ടിക്കല്ലേ കൊച്ചുകള്ള. ഉള്ളിന്ന് ഇറങ്ങി വാ, ഞാൻ ബസ്സിൽ കയറട്ടെ. ഡോർ ഉറക്ക്, എന്നിട്ട് ഞാൻ കയറി വരട്ടെ. എങ്ങനെയുണ്ടോ എന്റെ ബസ്? നമ്മളെ പുതിയ ബസ്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ബസ് എങ്ങനെയുണ്ട്? പ്രകാശ് ബോഡി ബിൽഡേഴ്സ് പ്രകാശ് പേരുള്ള ബസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. നീ എന്താ നെയിം ബോർഡ് ഒട്ടിക്കാത്ത? നീ നെയിം ബോർഡും പ്രകാശം തന്നെ ആയിരിക്കില്ലേ? എടാ, പേര് പ്രകാശ് എന്ന് കൊടുക്കാൻ എനിക്ക് വലിയ ഇതൊന്നുമില്ല. പേരങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. നെയിം ബോർഡ് ചിലപ്പോ പ്രകാശ് എന്നായിരിക്കും ഞാൻ കൊടുക്കുക. പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ മാറ്റും. പിന്നെ സൈഡിൽ പ്രകാശ് എന്ന് കൊടുത്തവരെ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ആക്കാന്നുള്ളൂ. കണ്ടോ, നെയിം ബോർഡ് ഒട്ടിച്ചില്ല. ഇനി ഒട്ടിച്ചാൽ നല്ല ലുക്കായിരിക്കും വണ്ടി. ആയിക്കോട്ടെ, നമുക്ക് നേരെ പോവാ. നീ ഓടിക്ക്. നീയല്ലേ, നിന്റെ ബസ്സായോണ്ട് നീ ഓടിക്ക്. ഡോറൊക്കെ അടച്ചോ. നമുക്ക് പതിയെ നമുക്ക് ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാന്ന് പറഞ്ഞാൽ പോകുന്നത് പറയുന്നത് ഒരു സ്ഥലം വരെയാണ്. നമ്മൾ വണ്ടിക്ക് എൻ്റെ വണ്ടിയൊക്കെ കാണിച്ച ഒരു വർക്ക്ഷോപ്പിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ പാച്ചുവിനാണ് ഗൈസ് നമ്മളോട് എന്തോ പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങളോട് പറയാണ്. പാച്ചു അത് പറഞ്ഞോടാ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ അർജുന്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ വണ്ടിക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം, പിന്നെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് പോലെ നമ്മളെ മോഡിഫിക്കേഷനും നമ്മളെ ട്രിപ്പും അതുപോലെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അതുപോലെ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അർജുന്റെ ചാനലില്. ഓക്കെ, അതായിരുന്നു ഗൈസ് ഇവന് പറയാനുള്ളത്. അപ്പൊ എല്ലാരും ഇവൻ പറഞ്ഞ പോലെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ എല്ലാരും വീഡിയോസ് കാണുക. അപ്പൊ ഗൈസ് അതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. ഗൈസ് നമ്മള് ഓടിച്ചു പോവാണ്. ചെക്കനാണ് ഗൈസ് ഓടിച്ചു വന്നത്. ചെക്കന്റെ തലേനാണ് ഗൈസ് നമ്മൾ ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. നമ്മളിങ്ങനെ അവന്റെ തലയിൽ വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ നമ്മളങ്ങനെ BS6 പോലെയല്ല ഗൈസ് ഈ ബസ് എന്ന് പറയുന്നത്. ഇത് കിണ്ണാണ് ഗൈസ്, കിണ്ണം കാച്ചി ബസ്സാണ്. നമ്മളെ BS3 ആയതുകൊണ്ട് നമ്മളെ അശോകിലെ എല്ലാം ഓൾഡ് മോഡൽ അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ല അടിപൊളിയാണ്. എനിക്കിഷ്ടമാണ് ഈ ബസ്സൊക്കെ ഓടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമാണെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളിപ്പോൾ നേരെ ഹൈവേയിലാണ് ഗൈസ് നമ്മൾ പോകുന്നത്. 3 വരി ഹൈവേയിലാണ് ഗൈസ് നമുക്ക് പോകുന്നത്. എനിക്കാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാണ്ട് ധൃതിയാണ്. പക്ഷേ ഇവനാണ് ഗൈസ് ഓടിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവന് ഓവർടേക്ക് ചെയ്യും. എന്നെങ്ങാട്ട് മുമ്പ് ലൈസൻസ് ഒക്കെ എടുത്തത് ഇവനാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ച് പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നില്ലേ? ഒന്ന് പോടാ, ഞാൻ എന്നെങ്ങാട്ട് പ്രൊഫഷണൽ അല്ല. ഞാനൊക്കെ ഇപ്പഴല്ലേ ബസ് ഓടിക്കുന്നത്. പിന്നെ ഇത്ര നാളെ ഈ ബസ്സൊക്കെ ഓടിച്ചിട്ട് പിന്നെ കുറച്ച് ഓടിക്കാത്തതിന്റെ കുറച്ച് ഇത് പ്രശ്നമുണ്ട്. ഗിയറൊക്കെ എന്ത് കംപ്ലൈന്റ് ഉണ്ട് എന്നാണ് പറയുന്നേ. ഇപ്പോ റെഡിയാക്കണം നമുക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട്. അത് നമുക്ക് റെഡിയാക്കാം. നമുക്ക് അതിനല്ലേ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് U-turn എടുക്കണം അല്ലേ. നമുക്ക് ഗൂഗിൾ മാപ്പ് U-turn എടുക്കണം ഗൈസ്. അപ്പോൾ ഇവൻ്റെ റിയൽ ഒച്ച ഇതല്ല. അപ്പോൾ അവൻ ഫിൽറ്റർ കയറ്റിയിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒച്ച വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, അവൻ ഫിൽറ്ററാണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ U-turn എടുത്ത് പോവാണ്. എടാ, നിന്റെ ബസ് എവിടാ? നീ അന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയില്ല. അപ്പം അന്ന് പൈസ കൊടുത്തിട്ട് അന്നേ ഇടിച്ചിട്ടാണെങ്കിൽ എന്തായി ഇടിച്ചിട്ട് എന്നോടായി പറ ഓവർടേക്ക് ചെയ്ത് പോവാൻ. പിന്നെ പറ്റിയത് പറ്റി, അതല്ല വണ്ടി ഇറക്കിയോ? അപ്പം ഞാൻ പിറ്റേ ദിവസം വണ്ടി ഇറക്കി. പിന്നെ അവര് വന്ന് ചളക്കൊക്കെ റെഡിയാക്കി. പിന്നെ എഞ്ചിൻ കാറിൻ്റെ അവിടെ തന്നെ ഞാൻ സുൽത്താൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ വയനാട്ടിൻ്റെ തന്നെ സുൽത്താൻ എന്നുള്ള സുൽത്താൻ ബത്തേരിൻ്റെ സുൽത്താൻ ഞാൻ കൊടുത്തു ഇംഗ്ലീഷിൽ. ഒന്ന് ഹൈലൈറ്റ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് സുൽത്താൻ കൊടുത്തു. പിന്നെ നമ്മളെ വണ്ടി പമ്പിലാണ് ഞാൻ നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ സീനൊന്നും ഇല്ല, അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമാണ് പമ്പ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓ, അവിടെയല്ലേ വണ്ടി നിർത്തിയിട്ടിരിക്കണേ? പിന്നെ അല്ലേ രാത്രി വണ്ടി ഓടിക്കുക ഏത് സുഖം മോനെ. പിന്നെ മഴയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ്. പിന്നെ നമ്മളെ ഈ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുക. പിന്നെ റൂട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കണം, വണ്ടിയൊക്കെ തെറിപ്പിക്കണം. അതൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്. എനിക്കിഷ്ടമാണ്. പിന്നെ
നല്ല മഴ, നല്ല ഇടി വെട്ടിയ മഴ വേണം. അങ്ങനെയൊക്കെ അടിപൊളിയാണ്. അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ ഏത് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സുഖം തന്നെയല്ലേ. അത് വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഏത് വണ്ടി ആയാലും ഓടിക്കുമ്പോൾ ഒരു അതേ ഒരു സുഖം. രാത്രി ആയാലും പിന്നെ ഒരു ഉച്ചയായാലും വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒരു അടിപൊളിയായിരിക്കും. എടാ അർജുന, നമുക്ക് പിന്നെ എന്ന് പറയുമ്പോൾ അടുത്ത നമ്മളെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രേഞ്ചർ ട്രിപ്പ് ആയിരിക്കണം. നമ്മൾ രണ്ടും നിന്റെ ബസ്സിൽ, പിന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ എൻ്റെ ബസ്സും കൊണ്ടുവരാം. നമുക്ക് സ്ട്രേഞ്ചർ ട്രിപ്പ് ഉണ്ടാവും. എന്നിട്ട് വേറെ ആരെങ്കിലും നമുക്ക് അറിയുന്നവരോ നമുക്ക് അല്ലാത്തവരോ നമുക്ക് അങ്ങനെയായിട്ട് നമുക്ക് സ്ട്രേഞ്ചർ ട്രിപ്പ് പോവാം. ഓക്കെ, ആ കാര്യം നല്ല കാര്യം തന്നെയായിരുന്നു കേട്ടോ. സ്ട്രേഞ്ചർ ട്രിപ്പ് പോകും ഒരു 5-6 ദിവസമെങ്കിലും നമുക്ക് വേണം. പിന്നെ എൻ്റെ ബസ് എന്തായാലും പണി കഴിഞ്ഞുകൊണ്ട് നിൻ്റെ ബസ്സിൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷനും പിന്നെ നിൻ്റെ ബസ്സിലെ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്ക് നേരെ നമുക്ക് സ്ട്രേഞ്ചർ ട്രിപ്പ് പോവാം. പിന്നെ നമുക്ക് ചുരം പോലത്തെ നമുക്ക് അല്ലെങ്കിൽ കാട്ടിലേക്കോ അല്ലെങ്കിൽ വയനാട്ടിലേക്കോ എവിടേക്കെങ്കിലും നമുക്ക് നല്ല അടിപൊളി സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അത് നമുക്ക് പോവാം. സ്ട്രേഞ്ചർ ട്രിപ്പ് നമുക്ക് പോവാം. നീ എന്താ കഴിഞ്ഞ ദിവസം ഏതാ യൂട്യൂബറെ വീട്ടിൽ പോയെന്നൊക്കെ ഞാൻ കേട്ടു. ഞാൻ വിനിന്റെ വീഡിയോ കണ്ടു. അതെന്തിനാണ് നീ പോയേ? എടാ നിനക്കറിയില്ല, നമ്മളെപ്പോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന നവൻ വൈറ്റി, നമ്മളെ നവൻ ബ്രോ എന്നൊക്കെ പറയുന്ന യൂട്യൂബറായ നിനക്കറിയില്ല? ആ, എനിക്ക് മനസ്സിലായി. മറ്റേ നവസൊക്കെ ഉള്ളല്ലേ, ZSTRBR6 നമ്മളെപ്പോലെ തന്നെ നവന്റെ പേരൊക്കെ ഉള്ള. ആ, മനസ്സിലായേ. പുള്ളിക്കാരന്റെ വീട്ടിലാണ് നീ പോയേ. ഞാൻ കണ്ടുണ്ട്, ഇടയ്ക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നവൻ ബ്രോന്റെ. ആ പുള്ളിക്കാരൻ സീനാട്ടോ. എന്നിട്ട് നീ കണ്ടില്ല അല്ലേ പുള്ളിക്കാരനെ? ഞാൻ കണ്ടു. എന്നാ നീ വീട് മാത്രമല്ല നീ കണ്ട പുള്ളിക്കാരൻ അവിടെ ഇല്ലാന്ന് തന്നെ. എവിടെയെങ്കിലും ട്രിപ്പ് പോയി കാണും ചിലപ്പോ. അവൻ ബസ് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കാണും. ആടാ, ട്രിപ്പ് പോയി കാണും ചിലപ്പോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് കണ്ടു, വീട് അടിപൊളിയാണ്. പിന്നെ ഞാൻ വെച്ച് ബസ്സെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. പിന്നെ പുള്ളിക്കാരൻ്റെ അവിടെ മറ്റേ ഓഡിറ്റോറിയം അല്ലേ പുള്ളിക്കാരൻ അവിടെ ബസ്സൊക്കെ നിർത്തിയിടുന്നത്, അവിടെയൊക്കെ പോയി. പിന്നെ പുള്ളിക്കാരൻ്റെ ഞാൻ സബ്സ്ക്രൈബർ തന്നെയാണ്, അപ്പോൾ അതുകൊണ്ട് പോയതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു കയറ്റം പോലത്തെ സ്ഥലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൻ്റെ ആ ഭാഗത്തേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത് തന്നെ. പറപ്പിക്കുകയാണ് ഗൈസ് നമ്മളെ ബസ്. കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും കഴുകി കളയണം. അപ്പോൾ ഗൈസ് നമ്മളെ പോവാണ്. പറപ്പിക്ക് പാപ്പാ, പറപ്പിക്ക്, വണ്ടി പറപ്പിക്ക്. പിന്നെ ഇതൊന്ന് പറപ്പിക്കാൻ എന്താ ജസ്റ്റ് നീ എന്താ ഇങ്ങനെ അറിയില്ലേ? പിന്നെ നീ എന്താ ആദ്യ ഡയലോഗ് എടുത്തിടാൻ ഓടുന്നത് തന്നെ ഭാഗ്യം. പിന്നെ പറക്കും തലിക്കായി പോട്ടു ലാസ്റ്റ് പറപ്പിച്ച. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാട്ട് വെക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ പാട്ടും കാര്യങ്ങളും വെക്കുക. എന്താന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ സ്പീക്കർ നമ്മൾ അടിച്ചു വരികയാണ് ഗൈസ്. സ്പീക്കറിൻ്റെ ആംപ്ലിഫയർ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ എന്തായാലും പാട്ട് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പാട്ട് വെക്കാൻ ഓടിക്കുമ്പോൾ എന്താ ഓൾറെഡി ഒരു ഗുമ്മായിരിക്കില്ല, ഇപ്പോൾ ഒരു അടിപൊളിയായിരിക്കും. പിന്നെ രാത്രി എൻ്റെ റോട്ടിലെല്ലാം വിളിച്ചുണ്ട്. പിന്നെ വണ്ടികളും പിന്നെ നല്ല നിലാവിൻ്റെ വിളിച്ചും. നിലാവൊന്നും ഇല്ല സംഭവം പറഞ്ഞാൽ. പിന്നെ തിരക്കില്ലാത്ത റോട്ടിൽ കൂടെയാണ് ഈ സമയം ഇങ്ങനെ പോകുന്നത്. തിരക്കെന്നെ ഭയങ്കര ഷോക്കായിരിക്കും. ഇതെന്താ വണ്ടി ഫ്രണ്ടിലൊന്നും ചാടിയിട്ടുണ്ടല്ലോ. അവിടെ ഉണ്ടായിരുന്ന വണ്ടിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടതാ നമ്മളിങ്ങനെ. പിന്നെ ഇതാ നമ്മളിങ്ങനെ ഇവിടെ കുറച്ച് വളവും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മൾ പോവാൻ ഗൈസ്. അതുകൊണ്ട് ചുരം പോലെ കുറച്ചൊക്കെ ചുരം പോലെ തന്നെയാണ്, കയറ്റാണ് ഗൈസ് അധികം. നമ്മളെ വർക്ക്ഷോപ്പും കാര്യങ്ങളായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ എന്തായാലും അവിടെ സ്റ്റേ അടിക്കണം. അപ്പോൾ അതെന്തെങ്കിലും റൂം അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ചാനലിൽ നമ്മളെ വരുന്നതായിരിക്കും. നമ്മളെ ഈ ബസ്സിൻ്റെ ആയാലും പിന്നെ നമ്മളെ നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റോ അല്ലെങ്കിൽ വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വരെ ഇത്രേ ഉള്ളൂ. ഒരു അടുത്തൊരു കിണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വണ്ടിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഗുഡ് ബൈ.